വെൽക്കം ടു ഓട്ടോസ്റ്റാർക്ക് യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സ്റ്റോറി ആയിട്ടാണ്. ഹോപ്പ് മോട്ടോഴ്സ് എന്നൊരു കമ്പനി 1952 ഒരു 3 വീലർ വണ്ടി പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ശേഷം അവരതിനെ ഒന്ന് 4 വീലിലേക്ക് ചേഞ്ച് ചെയ്തു. 4 വീൽ ഹോപ്പ് മോട്ടോഴ്സ് ഓൺ മിത്സുബിഷി എഞ്ചിനായിട്ട് 1967 അവരത് കൺവേർട്ട് ചെയ്തു. ശേഷം കുറച്ച് നാൾക്ക് ശേഷം ഈ 4 വീലിനുള്ള ഡിമാൻഡും അല്ലെങ്കിൽ കൺവീനിയൻസ് ഒക്കെ നോക്കിയിട്ട് അവരത് സുസുക്കി ആയിട്ട് ക്ലബ് ചെയ്തിട്ടൊരു മോഡലിനെ ഇറക്കി. അത് 1970 ആ മോഡലിൻ്റെ പേരാണ് ഫസ്റ്റ് ജനറേഷൻ ജിംനി, ദ ജിംനി LJ10. എന്തുകൊണ്ടാണ് LJ10 എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത് പോയിന്റ് ചെയ്ത് വെച്ചാൽ, ഇതിന് ശേഷം 2012 4th ജനറേഷൻ ജിംനി റിലീസായത്. അതിനുശേഷം 12 വർഷം ഇവർ ഹോൾഡിലായിരുന്നു. പിന്നീട് ഇപ്പോൾ ഇറങ്ങിയ ഈ ഫേസ് ലിഫ്റ്റ് മോഡലും ഏറ്റവും ആദ്യം ഇറങ്ങിയ ഫസ്റ്റ് ജനറേഷൻ ജിംനിയും തമ്മിൽ ഒരു ഫേസ് മാച്ച് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പോയിന്റ് ചെയ്തത്. LJ10 ശേഷം LJ20 ഉണ്ടായിരുന്നു, LJ50 ഉണ്ടായിരുന്നു, LJ80 ഉണ്ടായിരുന്നു. അതിനുശേഷം 1981 മാരുതി സുസുക്കി തമ്മിൽ കമ്പൈൻ ചെയ്ത് ഇറക്കിയ ഒരു മോഡലാണ് നമ്മൾക്കെല്ലാം പരിചയമുള്ള ജിപ്സി എന്നുള്ള മോഡൽ. ശേഷം വീണ്ടും ജിംനി അതിൻ്റെ ഓൾട്രേഷൻ വർക്ക് നടന്നുകൊണ്ടിരുന്നു, R&D നടന്നുകൊണ്ടിരുന്നു. 2012 4th ജനറേഷൻ ജിംനി റിലീസായത്. 4th ജനറേഷൻ ജിംനി ഇതായിട്ട് നല്ല മാറ്റമുണ്ട് ഫേസിൽ. പക്ഷേ 12 വർഷങ്ങൾക്ക് ശേഷം പിന്നെ അവർ റിലീസ് ചെയ്ത എല്ലാവരും കാത്തിരുന്ന മോഡലാണ് 5th ജനറേഷൻ ലേറ്റസ്റ്റ് ജിംനി. സോ ഇത് ഓട്ടോസ്റ്റാർക്കിൽ വന്നിട്ടുള്ളത് കുറച്ച് ഫേസ് ലിഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ടാണ്. ഓഫ് കോഴ്സ് ഈ ഡിസൈൻ കാര്യങ്ങളെല്ലാം ഒരു യൂണീക്കാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. പക്ഷേ നമ്മളുടെ കസ്റ്റമറിന്, നമ്മുടെ ക്ലയൻറ്റിന് വേണ്ടിയിരുന്നത് ഈ ഫേസ് അല്ല, ഈ ഫേസ് ഫുള്ള് മാറ്റണം. ജിംനി ഫ്രെയിം ആൾക്ക് മതി. അതുകൂടാതെ ചില മാറ്റങ്ങൾ വരുത്തിയിട്ട് മറ്റൊരു ബ്രാൻഡിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ഫേസിലേക്ക് ഇതിനെ മാറ്റാനായിട്ടാണ് ആൾക്ക് താല്പര്യം. സോ ഇനി ആഫ്റ്റർ വർക്ക്, ഇത് എന്ത് വർക്കാണെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് യു വിൽ ബി സർപ്രൈസ്ഡ്. ഇതിൽ ഇൻറ്റീരിയർ വർക്കുണ്ട്, എക്സ്റ്റീരിയർ വർക്കുണ്ട്. 1 by 1 ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ വിൽ സീ ദ വെഹിക്കിൾ ആഫ്റ്റർ ദ വർക്ക്. ഓക്കെ, ബൈ. അപ്പോൾ നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സാധനം എല്ലാം റെഡി ആയിരിക്കണം. അനൂപ് വന്നിട്ടുണ്ട്. എല്ലാവരും അനൂപിനെ മിസ് ചെയ്തിട്ടുണ്ടാവും. കുറച്ച് നാൾക്ക് ശേഷമാണ് അനൂപ് വരുന്നത്. അപ്പോൾ അനൂപ് വന്നതൊരു കിഡിലൻ ഐറ്റം കൊണ്ടാണ്. സോ ഓട്ടോസ്റ്റാർക്ക് ഈസ് ഇൻട്രൊഡ്യൂസിങ് യു കേരളാസ് ഫസ്റ്റ് G-Wagon കിറ്റ് ഇൻസ്റ്റാൾഡ് ജിംനി. അനൂപ്, യെസ്, ബ്രിങ് ദ സ്റ്റോറി ഓഫ് ഓട്ടോസ്റ്റാർക്ക്. എന്താണ് കസ്റ്റമർ, എങ്ങനെ വന്നു, എന്താണ് കസ്റ്റമറിൻ്റെ കൺസേൺ ഉണ്ടായിരുന്നത്, എന്താണ് സ്പെസിഫിക് ആയിട്ട് നമ്മളതിൽ ചെയ്തിട്ടുള്ളത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ജിമ്മിനി വന്ന് നമ്മളെല്ലാവരും കാണാൻ തന്നെ തുടങ്ങിയത് വിത്തിൻ എ ഫ്യൂ ഡേയ്സാണ്. അപ്പം തന്നെയാണ് നമുക്കും ഈ കസ്റ്റമർ പുള്ളിക്കാരൻ ഫസ്റ്റ് ഡെലിവറി എടുത്തിട്ട് നേരെ നമ്മുടെ അടുത്ത് വരുന്നത്, ഓൾ ദ വേ ഫ്രം തലശ്ശേരി. അതിലൊരു പ്രത്യേകത ഉണ്ട് ഈ ജിംനിയിൽ. നമ്മൾ നോർമലി ചെയ്യുന്ന വർക്കിനേക്കാളും കുറച്ചധികം വർക്ക് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മൾ ഓരോ ഡീറ്റെയിലേക്ക് പോകും, അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകും. സോ നമ്മൾക്ക് കിറ്റിനകത്ത് ശരിക്കും G-Wagon കിറ്റിൽ നമ്മൾ വരുന്ന എന്തൊക്കെയാണ് ഇപ്പോൾ പുറമേ ചെയ്തിട്ടുള്ളത്? ആക്ച്വലി നമ്മൾ ഈ കിറ്റ് ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇന്റർനാഷണലി അറിയാമായിരിക്കും, ഇറ്റ്സ് എ 3 door ജിംനി. ഇന്ത്യയിൽ മാത്രമാണ് 5 door വന്നിരിക്കുന്നത്. അപ്പം എല്ലാവരും ബോഡി കിറ്റ് അവൈലബിൾ ആണെന്ന് പറഞ്ഞാലും there are many challenges taken. മീൻസ് നമ്മളിപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം ഇതിന് പറ്റുമോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം അല്ലേ? അല്ല, അത് പറ്റൂല. അതാണ് ടു ബി ഫ്രാങ്ക് പറയുകയാണെങ്കിൽ 3 door 5 door ആയിട്ട് പല ചേഞ്ചസും ഉണ്ട്. ആ പല ചേഞ്ചസ് നമ്മൾ ചെയ്യണം. അതാണ് നമുക്ക് വന്നിട്ട് ഒരു ഏറ്റവും വലിയ ചലഞ്ച്. അതിൽ നമ്മൾ സ്റ്റാർട്ടിങ് പറയുകയാണെങ്കിൽ നമുക്ക് നേരെ പോകുന്നത്, വി ഗോട്ട് ദി സൈഡിൽ ഉള്ള ഫെൻഡേഴ്സിൻ്റെ അവിടെ വരുമ്പോൾ താഴത്തെ 2 പീസ് ടോട്ടലി അതിനകത്ത് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് സ്റ്റെപ്പ് വരുന്നുണ്ട്. സൈഡ് സ്റ്റെപ്പ് ലെങ്ത് ഇല്ല. 3 door വേണ്ടിയിട്ടുള്ള സൈഡ് സ്റ്റെപ്പാണ്. സോ നമ്മളിപ്പോൾ വേറൊരു സൈഡ് സ്റ്റെപ്പ് ഇതിനകത്ത് ഇൻറ്റിഗ്രേറ്റ് ചെയ്തു. അതിൻ്റെ കണ്ടിന്യൂറ്റി വരാൻ വേണ്ടി 2 സൈഡിൽ
ഇത് മെറ്റലിൽ ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്തെടുത്തു. സൈഡ് സ്റ്റെപ്പിന്റെ അടിഭാഗത്തുള്ള ഈ രണ്ട് കണക്ഷൻസ് ഓവർഫ്രണ്ടിൽ നിന്നുള്ള ഈ രണ്ട് കണക്ഷൻ നമ്മൾ മെറ്റലിൽ ചെയ്തു. സൈഡ് സ്റ്റെപ്പ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തു. അതായത് കിറ്റിലുള്ളത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, വേറെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തു. പിന്നെ ഉള്ള അടുത്തൊരു ചലഞ്ചിങ് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ബാക്കിലത്തെ ഫെൻഡേഴ്സ്. ബാക്കിലത്തെ ഫെൻഡേഴ്സ് 3 ഡോറിന്റെ എന്ന് വെച്ചാൽ നമ്മൾ താറിന്റെ പറയുന്ന പോലെ വീൽ ആർച്ച് ഒരു ഒറ്റ പീസാണ്. ഇവിടെ നമുക്ക് ഡോറ് വരുന്നുണ്ട്, പല രീതിയിലുള്ള ചലഞ്ചസ് ഉണ്ട്. ഡോറിനകത്താണ് ഹാഫ് ആയിട്ട് വരുന്നത് അല്ലേ? ഈ പീസാണ് നേരത്തെ പറഞ്ഞ എക്സ്ട്രാ മെറ്റലില് നമുക്ക് ഫ്രണ്ടിലുണ്ട്. ഈ സൈഡ് സ്റ്റെപ്പ് ശരിക്കും ജിംനിക്ക് വരുന്ന സൈഡ് സ്റ്റെപ്പ് അല്ല, ഇത് നമ്മൾ ഇതിനു വേണ്ടി ഷേപ്പ് ചെയ്ത് നമ്മളൊരു സ്പെസിഫിക് ആയിട്ട് R&D ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള. അതുകൂടാതെ ഇതാണ് നേരത്തെ പറഞ്ഞ ഡോറിന്റെ കൂടെ വരുന്ന ഓവർ ഫെൻഡറിന്റെ അറ്റാച്ച്മെന്റ്. ഇത് ശരിക്കും അത് കിറ്റിനോട് വരുന്നത് നമുക്ക് യൂസ് ചെയ്യാതെ നമ്മൾ വേറെ അത് മോൾഡ് ചെയ്ത് കറക്റ്റ് ആ ബോഡി ഷേപ്പിന് ഡിസൈനിന് വേണ്ടിയിട്ട് ചെയ്തെടുത്തു. ബാക്കി എല്ലാ വെഹിക്കിൾസിൽ ബോഡി കിറ്റ് വരുമ്പോൾ എന്തെങ്കിലും രീതിയിൽ കൂടുതൽ സൈസ് ഫീൽ ചെയ്യും. ഇത് പക്ഷേ ഉള്ളത് ആ കറക്റ്റ് സൈസിന്റെ അകത്ത് സെയിം അത് ലിറ്റിൽ G ആക്കി ആക്ച്വലി. അതിന് വേണ്ടിയിട്ട് പറ്റിയുള്ള ഗ്രിൽസും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ സെയിം ബോഡി കളറിന് ഈ ബോണറ്റ് ഇതെല്ലാം നമ്മള് ഫ്രണ്ട് ഗ്രില്ല് ബമ്പർ എല്ലാം ഇതെല്ലാം നമ്മൾ പെയിന്റ് ചെയ്ത് ആ ഒരു ഫിനിഷിലോട്ട് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ലിറ്റപ്പ് ഒരു ലോഗോ ഉണ്ട്, നേരത്തെ ഫസ്റ്റ് ഇൻട്രോയിൽ കണ്ടിട്ടുണ്ടാവും. ഇതൊരു ലിറ്റപ്പ് ആണ്. പിന്നെ സെയിം തന്നെ ഇന്റീരിയറിന്റെ ഒരു മാച്ചിങ് ഓറഞ്ച് ലൈറ്റ്സ് കൊടുത്തു. ഇതുമുള്ളത് നമ്മൾ ഗ്രാജുവലി വിൽ ബി ചേഞ്ചിങ് ബാക്ക് ടു സുസുക്കി ഇറ്റ്സെൽഫ്. ഇതിൽ കുറെ കസ്റ്റമറിന്റെ ചോയ്സ് ഉണ്ടെന്ന് തോന്നുന്നു. പല കാര്യങ്ങളും ചിലപ്പോൾ കമൻസിൽ കുറേയൊക്കെ വരുമായിരിക്കും, അങ്ങനെ ചെയ്യായിരുന്നു ഇങ്ങനെ ചെയ്യായിരുന്നു. ബട്ട് അൾട്ടിമേറ്റ്ലി ഇതൊരു കസ്റ്റമറിൻ്റെ ഡ്രീമാണ്. നമ്മളെപ്പോഴും വിചാരിക്കേണ്ടത്, ഇപ്പോൾ ജിംനി ചിലർ വിചാരിക്കും ജിംനി എന്തുകൊണ്ട് സ്റ്റോക്കായിട്ട് കൊണ്ടുനടന്നുകൂടാ, അല്ലെങ്കിൽ ഇപ്പോൾ വന്നേ ഉള്ളൂ എന്ന്. പക്ഷേ ഒരാളൊരു വണ്ടി പർച്ചേസ് ചെയ്യുമ്പോൾ ആൾക്കൊരു ഡ്രീം ഉണ്ടാവും. ചിലപ്പോൾ അതായിരിക്കും അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെടുക അങ്ങനെ കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു റിക്വയർമെൻറ്റിൽ നമ്മൾ അപ്രോച്ച് ചെയ്താണ് ഇങ്ങനത്തെ ഒരു വണ്ടി ചെയ്യാനായിട്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് പലർക്കും ഇമ്പോർട്ട് ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ പറ്റുമായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ ചെറിയ ഒരു R&D വർക്ക്സ് ചിലപ്പോൾ ഒരു അതിൻ്റെയൊക്കെ ഒരു ഫിനിഷിങ്ങും അല്ലെങ്കിൽ അതിൻ്റെ ഇൻസ്റ്റലേഷൻ പ്രൊസീജിയറൊക്കെ പല സ്ഥലത്തും വ്യത്യാസമാണ്. ഇതിൽ റിയർ ബമ്പറിൽ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, റിയർ ബമ്പർ വരുമ്പോൾ അതിനൊരു കപ്ലർ, മെയിൻ കപ്ലറിൽ നിന്നാണ് സെൻസർ എല്ലാം സപ്ലൈ ചെയ്ത് പോകുക. അതിൻ്റെ കൂടെ തന്നെ ക്യാമറയും കൂടി ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ ബമ്പർ, നമ്മൾ കിറ്റിൽ വരുന്ന ബമ്പറിനകത്ത് അതിൻ്റെ അറ്റാച്ച്മെൻറ്റോ അല്ലെങ്കിൽ നമുക്ക് ക്ലിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസോ ഇല്ല. അപ്പോൾ ഞാനന്ന് വിസിറ്റ് ചെയ്യുമ്പോൾ, വർക്കിൻ്റെ സമയത്ത് വിസിറ്റ് ചെയ്യുമ്പോൾ കണ്ടതാണ് ഇതിൻ്റെ റിയർ ബമ്പറിനകത്ത് നമ്മുടെ ടെക്നീഷ്യൻ ഒരു മെറ്റൽ പീസൊക്കെ കൊടുത്തിട്ട് ഫുൾ അറ്റാച്ച്മെന്റ് കപ്ലർ ചെയ്യാൻ. ഓയി എങ്ങനെ ഊരുന്നോ അതുപോലെ തന്നെ കംപ്ലീറ്റ് എല്ലാം ഒരുമിച്ച് ഊരാം. ആ കപ്ലർ മാത്രം വിടിപ്പിച്ചാൽ മതി. അതിൽ ആ ഒരു സെൻട്രൽ കപ്ലർ വരുന്നത് ഓയി വരുന്ന സെയിം അതുപോലെ തന്നെ ഡയമെൻഷനിൽ ഹോള് ക്ലാമ്പ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ കസ്റ്റമറിന്റെ വേറെ ലൈക്ക് ഈ ബോഡി കിറ്റിൽ എന്താ കസ്റ്റമറിന്റെ ചോയ്സ് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ലൈക്ക് പെയിന്റ് തീംസ് കസ്റ്റമറിന്റെ ചോയ്സ് ആണ്. എസ്പെഷ്യലി ദിസ് ഓറഞ്ച് സ്ട്രൈപ്സ്. കാരണം ഈ ഓറഞ്ച് സ്ട്രൈപ്സ് നേരെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇന്റീരിയറിലോട്ടാണ്. ഇത് എനിക്ക് തോന്നുന്നു ബ്രാബസിന്റെ സെയിം ആ ഒരു കളർ ചോയ്സ് സെലക്ട് ചെയ്തിട്ടുള്ളതായിരിക്കും. നമ്മൾ ഇന്റീരിയറിനെ കുറിച്ച് വരികയാണെങ്കിൽ നമ്മൾ ഫുള്ളി ഇന്റീരിയർ കസ്റ്റമൈസ് ചെയ്തിരിക്കണം ടു ദ ഓറഞ്ച് തീം. ഇതിനകത്തുള്ളത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ആണെങ്കിൽ പോലും ദിസ് ലെതർ, ഓറഞ്ച് വീഗൻ ലെതർ എന്നാണ് ഇതിന് പറയുന്നത്. വീഗൻ ലെതർ വിത്ത് പെർഫറേറ്റഡ് സീറ്റ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ സെയിം റൂഫ് ലൈനറും സെയിം അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഉള്ളത് അൽക്കാൻഡർ ലെതറാണ് നമ്മൾ മേളിൽ കൊടുത്തിരിക്കുന്നത്. കാരണം ഒരു സോഫ്റ്റ് ടച്ച് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. സീറ്റ്സ് ഫുള്ള് നമ്മൾ വീഗൻ ലെതറിലാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദി മെയിൻ സീക്രട്ട് ബിഹൈൻഡ് ദിസ് വെഹിക്കിൾ, ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് ബി ദ ഫസ്റ്റ് ജിംനി ഇൻ ദി വേൾഡ് വിത്ത് ദിസ് കിറ്റ്. അതായത് നമ്മൾ ഈ വെഹിക്കിളിൽ ഓൾറെഡി ഹോട്ട് ആൻഡ് കൂളിംഗ് ഓപ്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. വെന്റിലേറ്റഡ് സീറ്റ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ജിംനിയിൽ മാത്രമല്ല ഇപ്പോഴുള്ള മിക്ക മോഡൽസിലും അത് അവൈലബിൾ അല്ലെന്ന് തോന്നുന്നില്ല. ഇത് കസ്റ്റമർ ചോയ്സ് ആയിരുന്നു, കസ്റ്റമർ മാൻഡേറ്ററി ആയിരുന്നു. നമുക്ക് അത് ഓപ്ഷൻ ആണ്. നമ്മൾ അതൊരു ചലഞ്ച് പോലെ നമ്മൾ ഏറ്റെടുത്ത് ചെയ്തതാണ്. പിന്നെ ഇതിൽ ഒരു സ്പെഷ്യൽ നമ്മൾ ചെയ്തിട്ടുള്ളത് കസ്റ്റമറിന്റെ ചോയ്സ് പ്രകാരം നമ്മൾ ഇതിനകത്ത് സ്റ്റാർലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിന്റെ വേറെ ഹൈലൈറ്റ്. പല ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ പലരും ഇത് കണ്ടിട്ടുണ്ടാവും. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതിൽ 1500-2000 മുതൽ അവൈലബിൾ ആയിട്ടുള്ള പല പ്രൊഡക്ട്സും ഉണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നിടത്ത് കുറച്ച് ടാസ്ക്കാണ്. ഇതിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ 1 by 1 ആയിട്ട് നോക്കി കട്ട് ചെയ്തിട്ടാണ് ടെക്നീഷ്യൻസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ മോഡ്യൂൾ പ്ലേസ്മെൻറ്റ് എല്ലാം ഒരു സ്ഥലത്ത് ഇതുപോലെ തന്നെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. കാരണം ഇതിൻ്റെ ഒപ്റ്റിക്കൽ ഫൈബർ കണക്ട് ചെയ്യുന്നത് ടെക്നീഷ്യൻസ് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്തിട്ട് വയ്ക്കുക. കാരണം അത് അതിൻ്റെ മോഡ്യൂൾ പ്ലേസ്മെൻറ്റ് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ കട്ടാവും. കട്ടായി കഴിഞ്ഞാൽ ഇത് ഓരോന്നിങ്ങനെ വർക്ക് ചെയ്യാതാവും. അതുകൂടാതെ ലോക്കൽ സാധനം വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് സർവീസ് ഓപ്ഷൻസും പാടായിരിക്കും, പാർട്സ് കിട്ടാനും. അതുകൂടാതെ റിപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ള് റൂപ്പ് പിന്നെ അഴിക്കണം, പിന്നെ രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ജസ്റ്റ് അത് മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഇപ്പോൾ ഇൻറ്റീരിയറിൽ ഇപ്പോൾ ഈ ഓറഞ്ച് പെയിൻ്റ് ഒക്കെ ചെയ്തിട്ടില്ലേ, ഇത് ഈ പെയിൻറ്റും പുറത്ത് നമ്മൾ ചെയ്യുന്ന പെയിൻറ്റ് നമ്മൾ എന്താ വ്യത്യാസമുള്ളത്? നമ്മൾ ഉള്ളത് ഇത് ഇൻറ്റീരിയറിന് വേണ്ടി മാത്രമായിട്ടുള്ളൊരു
കോമ്പോണൻസ് ആണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഇത് സ്പെസിഫിക് ആണ് ഈ പെയിന്റ് അല്ലേ? അതിനകത്ത് പിന്നെ അതിൻ്റെ ഒരു പ്രോസസ്സും ഉണ്ട്. പുറത്ത് നമ്മൾ എക്സ്റ്റീരിയർ പെയിന്റ് ചെയ്യുന്ന പോലെ തന്നെ ഇന്റീരിയറിൽ അതൊരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സ് അനുസരിച്ച് നമ്മൾ ചെയ്താലേ അതിനകത്തൊരു ഡ്യൂറബിലിറ്റി ഉണ്ടാകത്തുള്ളൂ. അതാണ് ടച്ച് ചെയ്യാനായിട്ട് ആ ഒരു അത് മാത്രമല്ല, ഇപ്പം പലരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെയിന്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ടെക്സ്ചർ പോകും. ഡാഷിൻ്റെ ഒരു ടെക്സ്ചർ ഉണ്ട്. നമ്മൾ നോക്കിയാൽ മതി, നമ്മൾ ആ ഇതിൽ തന്നെ നമ്മൾ ഇതാക്കി എടുക്കുന്നതാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ്. ഈ സ്റ്റിയറിംഗിലെ ലെതറും ഇതും സെയിം തന്നെയാണ്. സെയിം സ്റ്റിയറിംഗ് സ്റ്റിച്ചിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്റീരിയറിലുള്ളത് പിന്നെ ഉള്ളത് നമ്മുടെ സ്റ്റീരിയോ അപ്ഗ്രേഡ്സ് ആണ് ഇതിനകത്തുള്ളത്. ഏത് സ്റ്റീരിയോ ഇരിക്കുന്നത്? സ്റ്റീരിയോ ഇരിക്കുന്ന OE സ്റ്റീരിയോനെയാണ്. ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന നക്കാമാച്ചിയുടെ സ്പീക്കേഴ്സും അണ്ടർ സീറ്റ് സബും വന്നിട്ടുണ്ട്. That's all imported. Then we got a 4-channel Kenwood amp also. ഇന്റീരിയർ ശരിക്കും ബ്രാബസിന്റെ സെയിം തന്നെ. എനിക്ക് ഇരിക്കാനും ഒരു നല്ലൊരു വ്യത്യാസമുണ്ട്. ഞാൻ ഇതിനു മുമ്പ് മറ്റേ വീഡിയോ എടുക്കാൻ നേരത്തെ ജസ്റ്റ് ഇരുന്ന് കുടിക്കായിരുന്നു. അത് നോക്കുമ്പോഴത്തേക്കും ഇതിനകത്തുള്ള 2 കാര്യങ്ങളാണ്. നമുക്കിപ്പോൾ നമ്മുടെ ഓട്ടോസ്റ്റാർക്കിൽ അറിയാവുന്ന കാര്യമായിരിക്കും, നമ്മൾ വി ആർ ദി ബെസ്റ്റ് ഇൻ ടൗൺ ഫോർ സീറ്റ്സ്. അപ്പം ആ ഒരു ഡിസൈനിൽ നമ്മൾ ഇതെല്ലാം ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഫ്രണ്ട് സീറ്റ് മോൾഡിങ് ചെയ്തിട്ടുണ്ട്, ബാക്ക് മോൾഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സംസാരിച്ച് വരുമ്പം നേരെ ബാക്ക് സീറ്റിൽ പോകുമ്പം ബാക്ക് സീറ്റിൽ കസ്റ്റമറിന് കുറച്ച് റിക്ലൈനിങ് വേണമായിരുന്നു. നമുക്ക് ഇതിനകത്ത് പിന്നെ പറയാനുള്ളത് സ്പീക്കേഴ്സ് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞാണ്. പക്ഷെ ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന 4 കോമ്പണന്റ് സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ ട്യൂട്ടേഴ്സ് നമ്മൾ പില്ലറിലേക്ക് അത് കോമ്പണന്റ് സ്പീക്കേഴ്സിൽ ആ ട്യൂട്ടേഴ്സ് ഇൻബിൽഡ് ആയിട്ടുള്ളതാണ്. നമ്മൾ അത് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഫ്രണ്ടിലാണെങ്കിൽ നമ്മൾ 2 ഈ പില്ലേഴ്സിൻ്റെ അവിടെ കൊടുത്തു, ബാക്കിലാണെങ്കിൽ ഡോർ പാഡിൽ നമ്മൾ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് പറയേണ്ട വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ത്രോട്ടിൽ കൺട്രോളറാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അത് പെഡൽ കമാൻഡിൻ്റെ ത്രോട്ടിൽ കൺട്രോളറാണ്. നമുക്കതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആക്സിലറേഷൻ കുറച്ചും കൂടെ ഇപ്പോൾ നമ്മൾ മാപ്പിംഗ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ നമ്മൾ ഇന്ത്യയിൽ ഇപ്പോൾ ഓൾറെഡി ഡീസൽ ട്രോണിക്സ് ഉണ്ട്. അതുപോലെ ജിമിനിക്ക് കോമ്പാക്റ്റബിൾ ആയിട്ടുള്ളൊരു ഇതാണ്. ബട്ട് ഇറ്റ്സ് റിയലി വർത്ത് ഇൻസ്റ്റാളിങ് ഇറ്റ്. പെർഫോമൻസ് നമുക്ക് ഭയങ്കര നമുക്കത് പല മോഡ്സ് ഉണ്ട്. എക്കോ ഉണ്ട്, സിറ്റി ഉണ്ട്, സ്പോർട്സ് ഉണ്ട്, സ്പോർട്സ് പ്ലസ് ഉണ്ട്. ഇതാണ് റിക്ലൈനിങ് സീറ്റ്സ് വരുന്നത്. നോർമലി വരുന്ന ആംഗിൾ കുറച്ചും കൂടി ഒരു ഇങ്ങനെയാണ് വരിക. നമുക്ക് ഇരിക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്ലാംസ് നമ്മൾ മാറ്റിയിട്ട് ബാക്കോട്ട് കുറച്ച് റിക്ലൈനിങ് ആക്കി വെച്ചിട്ടുണ്ട്. അതിന് ഒരു ഇതിനകത്ത് എന്താണ് ഒരു SZ എന്നുള്ളൊരു സൈൻ അത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കസ്റ്റമറിൻ്റെ പേരാണ് ശ്യാം എന്ന് പറഞ്ഞിട്ട് കസ്റ്റമറിൻ്റെ പേരാണ്. അത് നമ്മൾ അത് ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് 4 ഹെഡ് റെസ്റ്റിലും കൊടുത്തിരിക്കുകയാണ്. പിന്നെ നമ്മളുള്ളത് അതിൻ്റെ ബേസ്മെൻറ്റ് സീറ്റ്, റെയർ സീറ്റിൻ്റെ ബേസ്മെൻറ്റ് നമ്മൾ കുറച്ചും കൂടെ ലെങ്തി ആക്കിയിട്ടുണ്ട്. കാരണം ഇത് ഷോർട്ടാണ്. അപ്പോൾ റിക്ലൈനിങ്ങുമായി അതുകൂടാതെ തൈ സപ്പോർട്ടും കൂടെ ശരിക്കും ഇത്രയുള്ള ലെങ്ത് ഉള്ളത്. ഇപ്പോൾ തൈ കറക്റ്റ് ഒരാൾക്ക് ബാക്കിൽ കംഫർട്ടബിൾ ആയിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ആൾക്കാർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഈ ഓറഞ്ച് ഉള്ളതാണോ? അല്ല, ഈ ബെൽറ്റ് ഇതും കസ്റ്റമൈസ്ഡ് ആണ്. എനിക്ക് തോന്നുന്നു ഓറഞ്ചിൻ്റെ കറക്റ്റ് ടോൺ എല്ലാ സ്ഥലത്തും കിടലാനായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എല്ലാ പാനൽസും ഡോർ പാഡ്സും അതൊരു അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. റിയറിൽ പിന്നെ എന്താ എക്സ്ട്രാ ചെയ്തിട്ടുള്ളത്? റിയറിൽ പറയുകയാണെങ്കിൽ കസ്റ്റമറിന് ബാക്കിൽ ഈ ഒരു പാഡിൽ ഇത് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നത് ഭയങ്കര നിർബന്ധമായിരുന്നു. സോ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോർ പാഡിൽ ഒരു മെറ്റൽ ഇൻസേർട്ട് ചെയ്തിട്ട് അതിൽ ഈ പറയുന്ന ലെതർ റാപ്പ് ചെയ്തെടുത്തു. ഓക്കെ, ഇത് ആളുടെ കസ്റ്റം റിക്വയർമെന്റ് ആണ്. കസ്റ്റമർ റിക്വയർമെന്റ് ആയിരുന്നു ഇങ്ങനെ വേണമെന്ന്. ഓക്കെ, എനിക്ക് കളർ സെയിം തന്നെ നമ്മൾ ഫ്രണ്ട് ടു ബാക്ക് എല്ലായിടത്തും കറക്റ്റ് അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. അതുകൂടാതെ ദിസ് ഈസ് ഓൾസോ സീംസ് വെരി ഗുഡ്. പിന്നെ ഇത് കൂടാതെ ഇതിനകത്ത് നമ്മൾ ടീൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് 4x4. അതുകൂടാതെ ടയർ അപ്സൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഈ സെയിം ഓറഞ്ച് ടോൺ തന്നെ നമ്മൾ ഹബിനകത്തും കാലിപ്പറിനകത്തും പെയിൻറ് ചെയ്തിട്ടുണ്ട്. G-Wagon എന്ന് നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്കൊരു ഫീൽ ചെയ്യുന്ന സാധനമാണ് ഈ ഒരു ക്രോസ് ബാർ. ഇത് ശരിക്കും മാൻഡറ്ററി ആയിട്ട് കസ്റ്റമർ റിക്വയർമെൻറ്റിൽ വന്നതാണ്. അത് വന്ന് വേറെ ഒന്നും കൂടെ അല്ല, ലൈക്ക് ആസ് എ സെറ്റ് കസ്റ്റമർ NRA ആണ്. പുള്ളിക്കാരൻ ഇവിടെ വരുമ്പം പുള്ളിക്കാരൻ്റെ ഫൺ ടൈം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള മേടിച്ച വണ്ടിയാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ട്രാവലിംഗ് എവിടെയെങ്കിലും ഹിൽ സ്റ്റേഷൻ എവിടെയെങ്കിലും പോകുമ്പം മേളിൽ റൂഫ് ബോക്സോ ടെൻറ്റോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് ഈ ക്രോസ് ബാർ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇനിയിപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ റൂഫ് ബോക്സ് ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ടെൻറ്റ് ആഡ് ചെയ്യാം. ഇനി വരുന്നൊരു മേജർ നമുക്ക് കമൻസിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്, ഇതിന് എത്ര കോസ്റ്റ് വരും, അല്ലെങ്കിൽ ഇത് എത്ര സമയം എടുക്കും? സമയം ഓഫ് കോഴ്സ് നമുക്ക് പറയാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ആക്ച്വൽ ടൈമൊന്നും പറയാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. പക്ഷേ എത്ര കൂടുതൽ സമയം തരുന്നോ അത്ര അടിപൊളിയായിട്ട് നമുക്ക് അതിനകത്ത് കുറച്ചും കൂടി എഫേർട്ട് എടുത്ത് കുറച്ചും കൂടി നീറ്റായിട്ട് എല്ലാ വർക്കും ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പ്രൈസിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് എല്ലാ സ്ഥലത്തും കിറ്റ്സൊക്കെ അവൈലബിൾ ആയിരിക്കും. G-Wagon കിറ്റ് എന്ന് അടിച്ചാലും അല്ലെങ്കിൽ പല കിറ്റ്സും പല ചെയ്യുന്ന ഇവിടെ പലരും ചെയ്യുന്നുണ്ട് കിറ്റ്സ്.
പക്ഷെ അതിൻ്റെ ഒരു ക്വാളിറ്റി നേരത്തെ അനുഭവം മെൻഷൻ ചെയ്തോളൂ എന്താ ആ ക്വാളിറ്റിയിൽ എന്താ ഡിഫറൻസ് വരാൻ ശരി? ലൈക്ക് ഇതിനകത്ത് ക്വാളിറ്റി എന്ന് വെച്ചാൽ നമ്മൾ കിറ്റ്സ് പലതും പല റേറ്റിന് അവൈലബിൾ ആണ്. അതിനകത്തുള്ള അതിൻ്റെ പ്ലാസ്റ്റിക് ക്വാളിറ്റി അതിലൊക്കെ ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ ഇതിനകത്തുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഡ്യൂറബിലിറ്റി, അത് ഈ പറയുന്ന ക്വാളിറ്റിയിൽ നോക്കുമ്പോഴാണ് ഡ്യൂറബിലിറ്റി ഉണ്ടാവുക. പിന്നെ ഇതിനകത്ത് അടുത്തൊരു ചലഞ്ചിങ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഇതിനകത്ത് പല കിറ്റുകളും പല കാര്യങ്ങളും എക്സ്ട്രാ ആയിട്ട് കാണും. അപ്പം നമ്മൾ ആ എക്സ്ട്രാ ആക്സറീസ് കാണുമ്പോൾ നമ്മൾ ഹൈലൈറ്റഡ് ആവും. പക്ഷെ ഒരിക്കലും അതല്ല, അതിൻ്റെ ക്വാളിറ്റിയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അത് ഡെഫിനറ്റ്ലി ഞങ്ങളെ പോലുള്ള ആൾക്കാരെ ട്രസ്റ്റ് ചെയ്ത് വരുമ്പോൾ നമ്മളത് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ്റെ ഒരു പ്രോസസ്സ് അത് മറ്റുള്ളവർ ചെയ്യുന്നത് സെയിം തന്നെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഞാൻ കണ്ടതിൽ വെച്ച് ഈ കിറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് 2 വർഷം ഓടിച്ച് നോക്കി, പിന്നെ ഊരി നോക്കി, എല്ലാ അലൈൻമെൻറ്റൊക്കെ പക്കയാണെന്ന് നോക്കിയിട്ടാണ് പിന്നെയാണ് പെയിൻറ് ചെയ്തിട്ട് പിന്നെ അലൈൻമെൻ്റ് ഒക്കെ ചെയ്തത്. സോ എനിക്ക് തോന്നുന്നു ആ ഒരു പ്രോസസ്സിന് നമുക്ക് കുറേ സമയം അതിനകത്തുള്ള ഒരു കിറ്റ് വന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ബേസിക്കലി ഈ കിറ്റ് നമ്മൾ എടുത്തു. ഈ കിറ്റിൽ തന്നെ നമുക്ക് കുറേ ചലഞ്ചസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വന്നിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ മേക്ക് ചെയ്തു. അല്ലാതെ ഒരു കിറ്റ് അതേപോലെ കയറ്റി വെക്കാനാണ് ഇറ്റ് ഈസ് ഈസി. പക്ഷെ ഉള്ളത് ആ വണ്ടിയുടെ കറക്റ്റ് ഒരു പെർഫെക്ഷൻ ആക്കി വരാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അത് ഉള്ളത് പല ആൾക്കാർക്ക് അത് താല്പര്യമില്ലായിരിക്കും, പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. കാരണം നാളെ കസ്റ്റമറിന് അതുകൊണ്ട് ബെറ്റർ ഇതായേ ഉണ്ടാകത്തുള്ളൂ. പിന്നെ ഇന്റീരിയർ കോസ്റ്റ്, ലെതർ കോസ്റ്റ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്ക് ഇന്റീരിയർ ഒക്കെ പല ബഡ്ജറ്റിൽ ചെയ്യാം. അപ്പോൾ കോസ്റ്റ് ഒക്കെ ചോദിക്കുന്നവർ മനസ്സിലാക്കാൻ, നിങ്ങളുടെ കയ്യിലൊരു ബഡ്ജറ്റ് ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബഡ്ജറ്റ് വെച്ചിട്ട് നമുക്ക് വണ്ടി കസ്റ്റമൈസ് ചെയ്യാം. അതിനകത്ത് നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങളുള്ള രീതിയിൽ എന്തൊക്കെ റിക്വയർമെൻറ്റ് ഉണ്ടെന്ന് നോക്കിയിട്ട് ചെയ്യാം. ലോ ബഡ്ജറ്റിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി മാറുന്നല്ല, നമ്മൾ സെലക്ട് ചെയ്യുന്ന മെറ്റീരിയൽ പല ടൈപ്പിലുള്ളതായിരിക്കും. ഇപ്പോൾ അൽക്കണ്ടാര ലെതർ ഉണ്ട്, നോർമൽ ആർട്ടിഫിഷ്യൽ ലെതർ ഉണ്ട്, ടച്ച് ലെതർ ഉണ്ട്. ഇതെല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ചൂസ് ചെയ്തിട്ട് നമ്മുടെ ബഡ്ജറ്റിൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു അനൂപ്. വീണ്ടും അനൂപിനെ കൊണ്ടുവരുമ്പോൾ ഇതുപോലത്തെ ഒരു ഹിഡ്ഡൻ സാധനമായിട്ടായിരിക്കും വരാം. 2-3 വർക്കുകൾ നമുക്ക് ഇൻ പ്രോസസ്സിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം മാക്സിമം പറ്റുന്ന രീതിയിൽ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലനേഷൻ വീഡിയോയും തരും. അതുകൂടാതെ വ്ളോഗ് പറ്റുന്നുള്ള ചെയ്യും. നോർമലി വ്ളോഗ് എന്ന് വെച്ചാൽ വി ആർ നോട്ട് എക്സ്പേർട്ട് ഇൻ വ്ളോഗ്സ്. പക്ഷേ ഇതെല്ലാം ചെയ്യുന്നത് കസ്റ്റമേഴ്സിന് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട്, ഇതിൻ്റെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കാണാനും ഒരു റിയൽ ഇൻട്രാക്ഷൻ പോലെ ഫീൽ ചെയ്യാനും വേണ്ടിയിട്ടാണ്. സോ ഓട്ടോസ്റ്റാർക്കിൻ്റെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ആൻഡ് യൂട്യൂബ് നിങ്ങൾ ഉറപ്പായിട്ടും ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഓഫേഴ്സൊക്കെ ഉണ്ടെന്ന് നോക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.